അമ്മാളുക്കുട്ടിയും കുഞ്ചുക്കുട്ടിയും കൂടെ ഐസ്ക്രീം കണ്ടിട്ടുണ്ട്. അതിന്റെ പുറകെ അച്ഛനെ ചാക്കിട്ടുണ്ട്. അസുഖം ഇപ്പോഴില്ല, കഴിച്ചു കഴിയുമ്പോ. അമ്മ പറഞ്ഞിരിക്കുന്നു വാങ്ങിച്ചു കൊടുക്കാൻ. എനിക്കുണ്ട്, വേണോ? ഞാൻ ഉണ്ടതേ ഒരുപാട്. എനിക്കറിഞ്ഞ കുറയാൻ പറ്റില്ല. അത് മകയും കൂടെ. 28-ാം തീയതി ആയി. ഫ്ലേവർ ബ്ലൂബെറി, ഇത് മാംഗോ. ബ്ലൂബെറി മാംഗോ. അയ്യോ, നല്ല മഴ പെയ്യാണ് ഗൈസ് പുറത്ത്. ഐസ്ക്രീമിനൊരു കുറവില്ല മഴയാണെങ്കിൽ. മൂന്ന് കുഞ്ഞുങ്ങളെ ഐസ്ക്രീം കഴിക്കാത്ത ഒരാളാണ് ഞാൻ പറയുന്നത്. ഞാനങ്ങനെ ഐസ്ക്രീം കഴിക്കാറില്ല. അക്വേറിയത്തിന്നൊക്കെ ഇറങ്ങി ഇവിടെ പിന്നെ എല്ലായിടത്തും കാണുന്ന പോലെ തന്നെ മറ്റേ എന്താണ് എന്തോ ഈ ഷോപ്പിംഗ്, ഏതാ ഇതിനെന്ത് പറയുന്നത്? ഷോപ്പിങ്ങിനുള്ള സംഭവങ്ങൾ. അതായത് എന്ത് കേട്ടോ ഇതിന് പറയുന്നത് എന്തോ ഇങ്ങനെ നടക്കുന്നതിന് അല്ല, എക്സ്പോ പോലെ ചെയ്യുന്ന സംഭവങ്ങളാണ്. സാധാരണ എല്ലാവർക്കും നടക്കുന്ന സംഭവം. ഇതിന് പക്ഷെ വീതി കുറവല്ലേ കെട്ടിന്? വീതിയുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കയറി ഒന്ന് ഇരിക്കുവോ? കൊള്ളാം സാർ. ഇതിനെന്താ വില സാർ ഈ സെറ്റിക്ക്? ഞാൻ ഇതിന്റെ ഓണറല്ല. അത് കളറായിരിക്കും എൻ്റെ. ഈ കളറിലുള്ള എല്ലാ സാധനങ്ങളും തരും. എത്രയുള്ളത്? ഇത് മറ്റേ ലെതർ. അത് ലെതറാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ബെല്ലക്കുട്ടനൊക്കെ ഉള്ളതുണ്ട് പിടി പിടിച്ചാൽ ചിലപ്പോൾ പണിയാവും. ചെറിയ കാപ്പുംകുളല്ലേ? കാപ്പുംകുളം പോയത് സോഫയൊക്കെ, കാർപ്പറ്റ്, ഫ്ലോർ, കാറ്. എത്ര? എന്തോ അറിയാൻ പറ്റുമോ? നമ്മൾ പണ്ട് ഇതുപോലെ ഒരു ഇതിനാണ് നമ്മൾ കറണ്ട് ലാഭിക്കാൻ വേണ്ടി ഒരു സാധനം. എത്ര നമ്മൾ ലാഭിച്ചു? 2000 രൂപ. അല്ല, അതുവരെ എനിക്കൊരു 500 രൂപ 800 രൂപ ഉള്ളായിരുന്നു ബില്ല്. ഈ സാധനം ഞാൻ കൊടുത്ത് ഫിറ്റ് ചെയ്തത് പിന്നെ എനിക്കൊരു 2000 മേളിലോട്ടാ. എങ്ങനെയാണ് സംഭവം? കപ്പിനകത്ത് വെള്ളം എടുത്ത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഡെറ്റോളോ ഫിനോയിലോ ലൈസോളോ എന്തെങ്കിലും ആവശ്യമുണ്ട് അതുകൂടെ എടുക്കും. എന്നിട്ട് ഈസി ആയിട്ട് കുറച്ചാൽ പിന്നെ അവിടെ ഇത് ഫർണിച്ചർ അടിയിൽ കുറയ്ക്കാം. വോൾട്ടൈല്, ഗ്ലാസ്, കബോർഡൊക്കെ ചെയ്യാം. 3 പീസാണ് 1950. അപ്പോൾ അതിൽ നമുക്ക് 550 രൂപ ഓഫറുണ്ട്. 1400 ഒന്ന് ചെക്ക് ചെയ്യണം. നമ്മളങ്ങനെ നമ്മുടെ എക്സ്പോ നടക്കുന്ന സ്ഥലത്തോട് ഇങ്ങനെ അടിച്ച് പൊളിച്ച് നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഹിന്ദി സോങ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ ചിലപ്പം നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ അടിക്കുമെന്നൊരു പേടിയുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ സാധനങ്ങളാണ് നിരത്തി വെച്ചിരിക്കുന്നത് കേട്ടോ. ഫാൻസി ഐറ്റംസ്, അതേപോലെ തന്നെ ക്രോക്കറി ഐറ്റംസ്. ക്രോക്കറി എന്ന് പറഞ്ഞാൽ അടുക്കളയിലേക്ക് വേണമെന്ന ഐറ്റംസ് കണ്ടില്ലേ, അരിപ്പ, അതുപോലെ ഒരുപാട് സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ അതേപോലെ കണ്ടുണ്ടോ ബെല്ലക്കുട്ടനെ കുളിപ്പിക്കുന്ന ഒരു സാധനം. അതിങ്ങനെ കയ്യെ കൂടിയിട്ട് നമുക്കിങ്ങനെ അവനെ തേച്ച് കുളിപ്പിക്കാൻ പറ്റിയൊരു സാധനമാണ്. പിന്നെ കത്രിക,
ടൂൾസ്, ഇഷ്ടംപോലെ ടൂൾസ്, ഇങ്ങനെ പല വെറൈറ്റി ഐറ്റംസ് ഇഷ്ടംപോലെ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ ഞാൻ ഈ സാധനങ്ങളൊന്നും ഇവിടുന്ന് സാധാരണ വാങ്ങിക്കാറില്ല. എനിക്ക് പല അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കണ്ടില്ലേ ഒരു സ്ക്രബ്ബറിന് പകരമുള്ള തുണി കൊണ്ട് പൊതിഞ്ഞ ഒരു സാധനം. കാരണം ഈ സ്ക്രബ്ബറിൽ ചിലപ്പോൾ ഈ പാത്രം തേക്കുന്ന സമയത്ത് അതിന്റെ നൂല് പാത്രത്തിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ തുണി കൊണ്ട് കവർ ചെയ്താകുമ്പോഴേ പാത്രം തേക്കുമ്പോൾ ആ നൂല് പാത്രത്തിലൊന്നും വരില്ല. അങ്ങനെ പാത്രം തേക്കാനുള്ള സാധനങ്ങൾ വാങ്ങിച്ചിരിക്കുക. ഇവിടെ കണ്ടില്ലേ അതുപോലെ പിച്ചാത്തി, വെട്ടോത്തി, പല ഷേപ്പിലുള്ള പിച്ചാത്തി ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഓഫറിൽ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിച്ച ഒരു പഴക്കൂട, ഓഫറിൽ വാങ്ങിച്ചതാണെങ്കിലും അവിടുത്തെ വില ഏകദേശം 180 രൂപയാണ്. പക്ഷെ നമുക്കത് ഇവിടെ എത്ര രൂപ വേണം ചോദിച്ചു നോക്കാം. ഇവിടെ കണ്ടില്ലേ 120 രൂപയുള്ളതിന് കേട്ടോ. പിന്നെ എല്ലാം വെറൈറ്റി ഐറ്റംസാണ് ഇവിടെ കിടക്കുന്ന എല്ലാം കേട്ടോ. നമ്മൾ പുറത്തൊരു കടയിൽ നിന്ന് വാങ്ങിച്ച ഒരു സാധനം ഇവിടെ വളരെ വിലക്കുറവ് നമ്മൾ കണ്ടു. പക്ഷെ അതിന്റെ ക്വാളിറ്റി എത്ര അറിഞ്ഞുകൂടാ. പിന്നെ ഇവിടെ കണ്ടില്ലേ കുറെ പിന്നെ ചട്ടികൾ, അതായത് ഇരുമ്പിന്റെ ചീനിച്ചട്ടി, അതേപോലെ തവ, ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഇത് കറക്റ്റ് അല്ലേ? അതേലൊരു എണ്ണ ഉണ്ട്, അതല്ല കൊച്ചിട്ട് തലയൊക്കെ. അതിലൊരു എണ്ണ ഓയിലുണ്ട്, കണ്ട് എണ്ണയുണ്ടോ? ഇല്ലേ, അതിലില്ല, ഇതിലൊക്കെ ഉണ്ട് കണ്ട. ഇതിലില്ല. ഇതെന്താ ഇരുമ്പാണോ? ഇത് കൊള്ളായിരുന്നു. അങ്ങനെ അടുത്ത സെക്ഷനിൽ വന്നപ്പം വിപുലമായ പുസ്തകങ്ങളുടെ ശേഖരം. അങ്ങനെ ഇവിടെ എല്ലാം പുസ്തക സ്റ്റോർ. നമുക്ക് പ്രത്യേകിച്ച് വലിയ ആവശ്യമൊന്നും ഇല്ലാത്ത സാധനങ്ങൾ ഇനി മോൻ വരുമ്പോൾ വാങ്ങിക്കുന്നത്. അയ്യോ, ഇതെല്ലാം എന്താ തല തിരിച്ചാണോ വെച്ചേക്കുന്നേ? തിരിച്ചു പിടിച്ച് വായിക്കാം. അടിപൊളി. ഇത് ഇഷ്ടംപോലെ പുസ്തകങ്ങളാണ്. ഇത് ഏതൊക്കെ ക്ലാസ്സിലേക്കുള്ളതെന്ന് പറഞ്ഞുകൂടാ. എന്താണ് സംഭവം? എന്താണ് ഇത്? നമ്മുടെ ടാൻ റിമൂവ് ചെയ്യുന്ന സോപ്പാണ്. ടാൻ റിമൂവ് ചെയ്യുന്ന സോപ്പ്. ഓക്കെ. ബ്ലാക്ക് ടാൻ. അതായത് നമ്മൾ ബാത്ത് സോപ്പിന് പകരം, കുളിക്കുന്ന സോപ്പിന് പകരം ഈ സോപ്പ് ഉപയോഗിക്കാം. വെയിലത്തൊക്കെ പോയിട്ട് വന്ന് ഈ സോപ്പ് ഉപയോഗിച്ച് മുഖം കഴിയും. അതുപോലെ തന്നെ കുട്ടികളെ കുളിപ്പിക്കുകയാണെങ്കിൽ ചുണങ്ങ ചൂട് സ്കിൻ അലർജി എന്റെ കയ്യോ? ഓക്കെ. കിടപ്പ് ജലദോഷം തൊണ്ടയ്ക്ക് കണ്ടെത്തി കുറച്ചിട്ട് മൈഗ്രെയിൻ പോലെ ഹെഡ് പെയിൻ കൈകാലം എല്ലാം ഉപയോഗിക്കും. ഇതിനെല്ലാം നമുക്ക് ഉപയോഗിക്കും. വയനാട്ടിൽ നിന്നുള്ള സാധനമാണ്. ഇവിടെ താരൻ 3 ദിവസം കൊണ്ട് മാറുന്ന പ്രോഡക്റ്റ്. അതേപോലെ വേറൊരു പ്രോഡക്റ്റ് എനിക്ക് ടാൻ റിമൂവർ അവിടെ കയ്യിൽ തൂത്ത് പിടിപ്പിച്ചു. പിന്നെ ഇവിടെ വേറൊരു സാധനം ഇങ്ങനെ നമ്മുടെ കയ്യെ പുരണ്ടി മണപ്പിക്കാൻ തോന്നും. അതേ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് മൂക്കടപ്പ്, അതേപോലെ തന്നെ കാലിൽ വരട്ടി കഴിഞ്ഞാൽ കാലുവേദന, അതുപോലെ പല അസുഖങ്ങൾക്കും ഉള്ളതാണെന്നാണ് പറഞ്ഞത്. തൃശ്ശൂർ ഇതിന്റെ ഗവൺമെന്റ് അപ്രൂവൽ. അതേപോലെ ഞാൻ മുമ്പ് ഇവിടെ വാങ്ങിച്ചിട്ടുള്ള ഒരു സോപ്പ, പക്ഷെ അത് പറയാതിരിക്കാൻ വയ്യ, അത് സൂപ്പറായിരുന്നു കേട്ടോ. ഞാനിത് തിരുവനന്തപുരത്ത് അവിടെ ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് ഇതുപോലെ ഒരു എക്സ്പോ നടന്ന സമയത്ത് വാങ്ങിച്ചത്. എനിക്ക് തോന്നുന്നു മൈനാർ പാർക്കിൽ വെച്ചാണെന്ന് തോന്നുന്നു. പക്ഷെ അത് കിടിലൻ സാധനമാണ് കേട്ടോ. പക്ഷെ ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൂടാ. നമുക്ക് ഒന്ന് പരിശോധിക്കണം. 3 ദിവസം കൊണ്ട് താരൻ മാറിയില്ലെങ്കിൽ പൈസ തിരിച്ചു വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നീ എന്തൊക്കെ അടിയിടതേ? ഏതൊക്കെ ഏറ്റവും എടുത്ത്? മലബാറിന്റെ ഭാഗത്തും കോഴിക്കോടിന്റെ അലുവട്ടാ, നല്ല അലുവ കൊണ്ടുപോകാൻ, തിരിച്ചു കൊണ്ടുപോകാൻ, ധാന്യങ്ങൾ കൊണ്ടുപോയിട്ടാ, 2 പോണ്ട കൊണ്ടുപോയി കൊണ്ടുപോയിട്ടാ, പച്ചക്കറി കൊണ്ടാക്കാൻ കൊണ്ടുപോയിട്ടാ. അലുവ കണ്ടപ്പം എനിക്ക് ഒരു കൊതി. പൊതുവെ മധുരമുള്ള ഐറ്റംസ് എനിക്ക് വളരെ പ്രിയമാണ് കേട്ടോ. അതുകൊണ്ട് അതിലെ ഒരു സ്വല്പം എടുത്ത് ടേസ്റ്റ് നോക്കി. അത് അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഈ പല സാധനങ്ങൾ വറുത്ത് വെച്ചിട്ട് അതൊന്ന് കാണിച്ചല്ലേ ഞാൻ.
ഇങ്ങനെ കൂലിക്കൊക്കെ മേടിക്കാം. ഷുഗർ ഇത് വെച്ചോ, എണ്ണ ചിപ്സ് കൊണ്ടടക്കം ചേമ്പ്, ചേന, പടവല, പാവക്ക, ക്യാരറ്റ് എല്ലാ ഐറ്റംസും തരാം. ഇതാ എന്ത് ചേന, ചേമ്പ്, പടവല, പാവക്ക, ബീട്രൂട്ട്, കോവക്ക, റോബസ്റ്റ്, പുതിന. ഇത് പുതിന അല്ലേ? പുതിന മസാല. ഇത് കോവക്ക, ഇത് ബീട്രൂട്ട്, പടവലങ്ങ, പാവക്ക, ചേമ്പ്, ചേന. മെഷീനെ പൊള്ളിക്കണം. മിഷനിൽ പൊള്ളിച്ചെടുക്കുന്നു. അയ്യോ, ഇനി ഇങ്ങോട്ട് വരുന്തോറും നമുക്ക് രണ്ടുപേർക്കും കൂടെ മാത്രം വന്നിട്ട് പോയാൽ മതിയായിരുന്നു. നല്ല മണിയാവും. അതെ അതെ, കറക്റ്റ്. എല്ലാ അലുവലും ലാഭിച്ചല്ലോ, 10 ലാഭിച്ചല്ലോ. പൈസ കൊണ്ട് ഫാൻസി വീണ്ടോ ചെയ്യാൻ പറയാ, നാളെയും ചെയ്യാൻ പറയാ. ഇന്നും നാളെയും കൂടി ആയാലും ഇപ്പം വന്നിരിക്കുന്ന സ്ഥലം ഇത്തിരി ഡേഞ്ചറസ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഹാൻഡ് അവിടെ കുറെ ഇന്ന് കാശ് കുറേ പോകും. ഇവിടുന്ന് എത്രയും പെട്ടെന്ന് സ്കൂട്ടാകുന്നതായിരിക്കും എനിക്ക് നല്ലത്. ആമോ അയ്യോ, ഇങ്ങോട്ട് വന്നാൽ ഇതിനും വലിയ ഡേഞ്ചറസാ. അയ്യോ, ബെഡ്ഷീറ്റ്. ഓക്കെ, ഇവിടെ നല്ല 1ാം ക്ലാസ് കൈത്തറി പ്രോഡക്റ്റുകളാണ് മൊത്തം കാണുന്നത്. അപ്പോൾ അവരൊരു ബെഡ്ഷീറ്റ് എടുത്ത് കാണിക്കാമെന്ന് പറഞ്ഞു. മുണ്ടും അതുപോലെ തന്നെ സെറ്റ് മുണ്ട്, ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അല്ല, നമ്മുടെ ഇതൊരു ഷീറ്റ്, ഇവരുടെ ഷീറ്റ് ഇപ്പുറത്തുണ്ട്. തീരാറായില്ലേ? 2-ാം തീയതി. പറയാം. അതെ 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 അതെ. എൻഡ്ലെസ് ജേണി ബേബി. എൻഡ്ലെസ് ജേണി. അതെ അതെ അതെ. ഇന്നോ നാളെ വരും. അതെ അതെ. നിങ്ങൾ എവിടെ സ്ഥലം? എവിടെ? കൊത്തമ്പള്ളി. തൃശ്ശൂർ ജില്ല. ഓ, കൊത്തമ്പള്ളി അല്ലേ? കുത്താമ്പുള്ളി നെയ്ത്തുകട, തിരുവില്ലാമല, തൃശ്ശൂർ. ഓക്കെ 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 ഓക്കെ, മനസ്സിലായി. അയ്യോ, ഇവർ പറഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടേ കേട്ടോ. ഇത് നിസ്സാരമല്ല, കുത്താമ്പുള്ളിയുടെയാണ്, തൃശ്ശൂരിൽ. ഞാൻ സംഭവം ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ സംഭവത്തിൻ്റെ, പക്ഷെ ഇപ്പോഴാണ് ഇതാണ് സംഭവം എന്നുള്ള മനസ്സിലായി. ചേട്ടാ, ഇത് കുത്താമ്പള്ളിയുടെയാണ്, തൃശ്ശൂരിൻ്റെ കുത്താമ്പള്ളി ഇല്ലേ? പക്ഷെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കുത്താമ്പള്ളി എന്നല്ലേ? കൊത്താമ്പള്ളി ഇല്ലേ? കുത്താമ്പള്ളി. അതൊരു സ്ഥലത്തിന്റെ പേരാണോ അതൊരു സ്ഥാപനത്തിന്റെ? ഓ, ആ ഏരിയ. ഓ, ബാലരാമപുരത്തിന്റെ. മനസ്സിലായി. ഓ, അതുപോലെ ഒരു സ്ഥലമാണ് കൈത്തറിയുടെ. ആ, ഓക്കെ 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 ഓക്കെ, മനസ്സിലായി. നെയ്ത്തുകട. മനസ്സിലായി. ഞാൻ സത്യം പറഞ്ഞാൽ അതൊരു കമ്പനിയാണെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കുത്താമ്പള്ളി എന്ന് പറയുന്നത് ഒരു സ്ഥലപ്പേരല്ലേ? ഓക്കെ, ഇതിന്റെ മാത്രം ഏരിയ അല്ലേ? അപ്പൊ നമുക്ക് വന്നു കഴിഞ്ഞാൽ പുറത്തടിക്കൂല്ലേ? അടിപൊളി. ഞാനൊരു ഇറങ്ങാം അവിടെ വെച്ചൊരു പക്ഷെ കാണാം കേട്ടോ. നിങ്ങൾക്ക് അവിടെ ഇതുണ്ടോ? ഷോപ്പുണ്ട് അല്ല? അല്ല, ഇതുണ്ടോ? നെയ്ത്തുശാലയുണ്ടോ? ആ, നിങ്ങളൊക്കെ ഈ സൊസൈറ്റി പെട്ടുന്നവരല്ലേ?
അല്ല വീട്ടിലുണ്ടോ ഇന്ന് വീട്ടിൽ നെയ്യുന്ന സാരി സാരികൾ. നമ്മളിപ്പോൾ അടുത്ത ഡേഞ്ചറസ് സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഓരോ സ്ഥലം വരുമ്പോഴും വെരി വെരി ഡേഞ്ചറസ്. നീ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് മുങ്ങുന്നതായിട്ടോ നല്ലത്. ഏത് ഇഷ്ടം പോലെ ഉണ്ട്. പല വെറൈറ്റി മുട്ടായികളാണ്. കപ്പലിന്റെ നാടൻ ചില്ലി ഉണ്ട്, പെപ്പറുണ്ട്, ചില്ലി റൊട്ടി, ഇത് കുരുമുളക്, നാടൻ പരിപ്പ്, ഇത് വറുത്തെടുക്കുന്നുണ്ട്. വറുത്തലെ റോസ്റ്റ് ചെയ്ത് അങ്ങോട്ട് മറ്റേ പഞ്ഞിമുട്ടായില്ലേ? പുളിയിഞ്ചി പുളിമുട്ടായി. ഇതിപ്പോ പുതിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എവളുമാരി മിക്കവാറും ഇത് മൊത്തം കൂടെ പറയിക്കൊണ്ട് പോകും. ഇത് കണ്ടിട്ടാണ് അമ്മാവിന്റെ ഫോട്ടോ. നാട്ടെ ഇവിടെയും കിടപ്പുണ്ട്. ഞങ്ങളുടെ മുഖത്ത് വെച്ചോ. ഇവിടെ മറ്റൊരു വിപുലമായ ശേഖരമാണ് കേട്ടോ. അതിലെ ഗ്ലാസുകള്, പിന്നെ അതുപോലെ ഗ്ലാസ് എന്ന് പറയുമ്പോൾ കുപ്പി ഗ്ലാസ്സും ഉണ്ട്, അതുകൂടാതെ അല്ലാത്ത ഈ അളുങ്കിലുള്ള അതുമെല്ലാം ഉണ്ട് കേട്ടോ. പല വെറൈറ്റി ടൈപ്പിലുള്ള സാധനങ്ങളാണ്. അടിപൊളി. എന്തായാലും ചേച്ചി ഇതുപോലെ 2-3 വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലോ, അടിപൊളി കേട്ടോ. ഭരണി, പണ്ട് കാലത്തെ ഭരണി. ഇതേലെ എനിക്കൊന്ന് നോക്കട്ടെ. ഇവിടെ വന്നപ്പം മൊബൈലില് സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കുന്ന ഒരു കട, അതുപോലെ റീചാർജ് കൂപ്പണും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ കയറി കഴിഞ്ഞപ്പോൾ അറിയാൻ പറ്റിയത്, ഈ സത്യം പറഞ്ഞ നമ്മുടെ ഈ അക്വേറിയത്തെക്കാൾ കൂടുതൽ ഇങ്ങനത്തെ സ്ഥാപനങ്ങളാണ് കൂടുതലുള്ളത്. ഒരു ചെറിയ പോർഷനിൽ മാത്രമേ ഉള്ളൂ അക്വേറിയം, ബാക്കി കംപ്ലീറ്റ് ഈ കച്ചവട സ്ഥാപനങ്ങളാണ്. ഇതൊരു ഒരു ഒരു ബിസിനസ് ആറ്റിറ്റ്യൂഡ് അല്ലേ? കൊള്ളാം. കാരണം ഈ അക്വേറിയം വെച്ച് ആളുകളെ ആകർഷിച്ചിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോളുകളും കൂടെ ആവുമ്പം കൃത്യമായിട്ട് സെയിൽ നടക്കും. അതുകൊണ്ടായിരിക്കാം. ഇതിലെ വാച്ചുകളുടെ വിപുലമായ ശേഖരം. ഇത് കുറെ നേരമായി ഞങ്ങൾ ഇങ്ങനെ നടക്കാൻ തുടങ്ങുന്നു. കണ്ടിട്ടും തീരുന്നില്ല. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കേട്ടോ. നമ്മൾ ഓരോ സ്ഥലത്ത് വരുമ്പോഴും അതിനനുസരിച്ചുള്ള വെറൈറ്റി ഐറ്റംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഓരോരോ പരിപാടികൾ. അന്ന് ഇവിടെ ജിമിക്കി കമ്മൽ. അയ്യോ കൊള്ളാം. ഇവിടെ പാലക്കാടൻ പനംകരിപ്പെട്ടി. അതിന് വല്ല പ്രത്യേകത വല്ലതും ഉണ്ടോ? എന്തോന്ന് ആർക്കറിയാം. ഇവിടെ അയ്യോ ഇത് മറ്റേ എന്താ സംഭവം, ഇത് കുറെ എനിക്ക് തോന്നി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വിൽക്കുന്ന ഒരു കടയാണ്. 10% മുതൽ 80% വരെ വിലക്കുറവ്. അയ്യോ
ഇവിടെ റൈഡിങ് ആൻഡ് ഷൂട്ടിംഗ് എന്ന് പറയുന്നതാണ്. ഇത് ഗെയിമാണ്, സ്മാർട്ട് ഗെയിം. ഒരാൾക്ക് ഇത് കാണുന്നതിന് 99 രൂപയാണ്. നമ്മളിത് കയറി ഇങ്ങനെ കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ വേറൊരു ലോകത്തോട് ഇങ്ങനെ നടക്കുന്ന പോലെ തോന്നും. ഇവിടെ പ്രോഡക്ട്സ് മാർക്കറ്റിംഗ്, പ്രകൃതിദത്തമായ പിന്നെ ഈ വറക്കുന്ന സാധനങ്ങളെന്നാ കാണുന്നത്. പപ്പടമുണ്ട്, അതേപോലെ പ്രകൃതിദത്തമായ ചേരുവകൾ ചേർന്ന വെറൈറ്റി പപ്പടങ്ങൾ. അല്ലല്ല, വറക്കുന്ന എല്ലാ സാധനവും ഇല്ല, പപ്പടമാണ്. ഇവിടെ ഒരു തുണിക്കട, എൻ്റെ അമ്മൊന്നും പറയണ്ട, 395 രൂപയ്ക്കൊക്കെ ആ സാധനങ്ങൾ കിടക്കുന്നത് കേട്ടോ. എല്ലാത്തിലും 395 എഴുതി വെച്ചേക്കുന്നു. എൻ്റെ പൊന്നോ. ഇവിടെ M&C സ്റ്റോഴ്സ്, ചില കടകളൊക്കെ തീർന്നു, പൂട്ടിപ്പോയി. കാരണം എനിക്ക് തോന്നുന്നു ഇതിപ്പം ഏകദേശമൊക്കെ എക്സ്പോ 2 ദിവസം കൂടെ ഉള്ളൂ, തീരാറായി, അതിൻ്റെ ആയിരിക്കാം. ഇവിടെ കണ്ടില്ലേ ഫോട്ടോസ്, അത് അപ്പം തന്നെ എടുത്ത് അപ്പം തന്നെ അവർ ഫ്രെയിം ചെയ്ത് റെഡിയാക്കി തരും. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അങ്ങനെ വീണ്ടും നല്ല ഐസ്ക്രീം കടയുടെ ഫ്രണ്ടിൽ തന്നെ എത്തി. അമ്മാളെക്കുട്ടിയും കുഞ്ചിക്കുട്ടിയും നല്ല അതിന്റെ മുന്നിൽ കിടന്ന് ചുറ്റിത്തിരിവാ. മിക്കവാറും ഒന്ന് ചേട്ടൻ ഓടിച്ചു വിടും. അയ്യോ, അങ്ങനെ ഏകദേശം ഒക്കെ തീരാറായെന്ന് തോന്നുന്നു. അയ്യോ ഇല്ല, അതാണ്ട വീണ്ടും ഉണ്ട് കേട്ടോ. അപ്പോ കുറെ നേരമായി നടക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങള് ഒരു അരമണിക്കൂർ കൊണ്ട്, അല്ല ഒരു 20-25 മിനിറ്റ് കൊണ്ട് ഏകദേശം നമ്മുടെ ഇത് കണ്ടു കഴിഞ്ഞു കേട്ടോ. ഈ അക്വേറിയം ഒക്കെ കണ്ടു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇത് ഞാൻ പരിചയപ്പെടുത്തിയ പ്രോഡക്റ്റ് കേട്ടോ, അടിപൊളി. ഇത് പക്ഷെ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ ഇതിനായിട്ട് മാത്രമായിട്ടൊരു സ്പെഷ്യൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. എൻ്റെ വീഡിയോ നോക്കി അറിയാം. പിന്നെ ഇവിടെ സ്വീറ്റ് കോണ്, അതേപോലെ ഇതെന്തുവാ, ഹോട്ട് ആൻഡ് കൂൾ. ഓ, ഇത് മറ്റേ ആവി പിടിക്കുന്ന സാധനം കേട്ടോ. നമ്മൾ ഈ ചൂടുവെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ടേ, അതിങ്ങനെ തുറന്ന് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആവി പിടിക്കുന്ന സാധനം. വാഹനങ്ങളിലും വീട്ടിലും ഒരു ഫയർ എക്സ്റ്റിങ്വിഷർ കരുതുക. വാഹനങ്ങളിലും വീട്ടിലും ഒരു ഫയർ എക്സ്റ്റിങ്വിഷർ കരുതുക. അത് നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും ജീവൻ രക്ഷിച്ചേക്കാം. ഇതാണ് സംഭവം, ഫയർ എക്സ്റ്റിങ്വിഷർ. ഫയർ കെയർ, ഫയർ ആൻഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും ഇവിടെ കണ്ടില്ലേ. ഇത് കൊതുകുതിരി, അതായത് ഇൻസെക്ട്സ് ഔട്ട്, ഉറുമ്പ്, ചിതല്, കൊതുക്, ഈച്ച, ഈ ശല്യമൊക്കെ മാറാനുള്ള ലോഷൻസും അതേപോലെ തന്നെ സ്പ്രേ ചെയ്യാനുള്ള സാധനങ്ങൾ, പുകയ്ക്കാനുള്ള സാധനങ്ങൾ, അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ പച്ചമരുന്നുകൾ കൊണ്ട് ഉണ്ടാക്കിയ വെറൈറ്റി ഐറ്റംസ് ഇവിടെ എല്ലാം പല സാധനങ്ങളാണ് കേട്ടോ. പിന്നെ സോപ്പ് വെച്ചിട്ടുണ്ട്, അത് വേറൊരു, അത് ആര്യവേപ്പിന്റെ ഒരു സോപ്പ്, അതുപോലെ രക്തചന്ദനത്തിന്റെ സോപ്പ്. അതൊക്കെ എനിക്ക് തോന്നുന്നു ഒറിജിനൽ ആയിരിക്കാം ഒരു പക്ഷേ. കാണാൻ നല്ല ഭംഗിയുണ്ട്, കണ്ടിട്ട് ഒറിജിനൽ പോലെ തോന്നുന്നു. അത് ഉപയോഗിച്ച് കഴിയുമ്പോഴേ അറിയത്തുള്ളൂ അത് ഒറിജിനലാണോ അല്ലയോ എന്നുള്ളത്. അപ്പോ എന്തായാലും വേണ്ട, ശുദ്ധമായ നാടൻ തേൻ നെല്ലിക്ക, ഇതൊക്കെ അവിടെ ഉണ്ട്. ഇത് കണ്ടില്ലേ, പെറ്റ് ഷോ. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. ഇതെന്താ സംഭവം, മെഗാ ഓണം എക്സോട്ടിക് പെറ്റ് ഷോ. ഇവിടെ കുറെ അലങ്കാര മത്സ്യങ്ങളെ ഇവിടെയും വളർത്തുന്നുണ്ട് കേട്ടോ. അത് കൊള്ളാം. ഓ, ഇത് ഇവിടെ ഇഷ്ടം പോലെ കിളികൾ കണ്ടില്ലേ, ഒരു കൂട്ടിനകത്ത്. അതും എനിക്ക് തോന്നുന്നു ഈ അലങ്കാരത്തിന് വേണ്ടിയിട്ടും വളർത്തുന്ന കിളികളാണ്, ലവ് ബേർഡ്സ് ഒക്കെ പോലെ വെറൈറ്റി കിളികൾ. പിന്നെ അവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ കണ്ടില്ലേ വേറൊരു വെറൈറ്റി ഐറ്റംസ്. അതായത് ഈ നമ്മളെ പാമ്പിനെയും അതേപോലെ ഓന്ത്, പിന്നെ ഈ പരുന്ത് പോലത്തെ വലിയ പറവകൾ, അതിന്റെ പേരെന്താണോ ഞാനൊന്ന് ചോദിച്ചിട്ട് പറയാം. അതൊക്കെ ഇങ്ങനെ നമ്മുടെ ദേഹത്തോട്ട് ഫോട്ടോ എടുക്കാം. അപ്പൊ കുഞ്ചുകുട്ടിക്കും അമ്മാളിക്കുട്ടിക്കും അത് വേണമെന്നാ പറഞ്ഞേ.
ഈ പാമ്പെന്ന് പറയുന്നത് വിഷമൊന്നും ഇല്ലാത്ത കേട്ടോ. ഇതിന്റെ പേര് പൈത്തൺ എന്നാണ്. പൈത്തൺ അവിടെ ചോദിച്ചറിഞ്ഞതാ കേട്ടോ. എനിക്കറിയാൻ ഇതിന്റെ പേരെന്തോന്ന്. പാമ്പിനെ അല്ല, അത് അമ്മാളല്ലേ? അമ്മാളുകുട്ടി എങ്ങനെ? അതുപോലെ ആ ഓന്തിന്റെ പേര് ഇഗ്വാന. പിന്നെ ആ പറവയുടെ പേരെന്തോന്ന് എനിക്കറിയാൻ വയ്യ. അവരെന്തോ പറഞ്ഞു കേട്ടോ, എനിക്ക് സത്യം പറയാൻ മനസ്സിലായില്ല. അങ്ങനെ നമ്മുടെ അമ്മാളുകുട്ടി പിന്നെ പറവ എടുത്തു വെക്കുന്നു. പിന്നെ അടുത്തത് ഇനിയും നമ്മുടെ കുഞ്ചുകുട്ടിക്ക് പാമ്പ് വേണമെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്തായി തിരുവെന്തോ കുഞ്ചുകുട്ടി ദൈവമേ, നമുക്ക് പാമ്പ് തന്നെ. ഓക്കെ, ഫിക്സ് ചെയ്ത്. ഈശ്വര, ഈ കൊച്ചിന് പേടിയൊന്നുമില്ല കേട്ടോ. വേണ്ട, അവളൊരു പേടിയില്ലാതെ അതിനെ എടുത്തോണ്ടിരിക്കുന്നു. അയ്യോ ദൈവമേ, അതിനെ പിടിച്ച് കടിക്കാതിരുന്നാ മതി. അയ്യോ, അതിനെ പിടിച്ച് ഞെക്കുകയും കടിക്കുകയും ചെയ്യാതിരുന്നാ മതി. അവൾക്കൊരു പേടിയില്ല കേട്ടോ. അടിപൊളി, സൂപ്പർ, മെടുക്കി. ഇത് ശരിക്കും പറഞ്ഞ വിഷമില്ലാത്ത പാമ്പാണ്. ഈ പെരുമ്പാമ്പിന്റെ എണ്ണത്തിൽപ്പെടുന്ന ഒരു സാധനമാണ്. അതുകൊണ്ടില്ല, ഓന്തിന്റെ വാലിൽ നിന്ന് ഇറങ്ങുന്നതുണ്ട്. അയ്യോ, സത്യം പറഞ്ഞാൽ പേടി വരും കേട്ടോ. അത്രയ്ക്ക് വലിപ്പമാണ്. പക്ഷെ ഇതൊന്നും വിഷമില്ല, ആരും ഉപദ്രവിക്കത്തുമില്ല. അങ്ങനത്തെ ജീവജാലങ്ങളാണ്. അതിനെയാണ് ഇവരിങ്ങനെ കൊണ്ടു നടക്കുന്നത്. ഞാൻ ഇത് മുമ്പും പല ഷോകളിലും കണ്ടിട്ടുണ്ട് കേട്ടോ. കിടിലൻ. അയ്യോ, കൊള്ളാം. എന്തായാലും പിള്ളേർക്ക് ഫുൾ എന്റർടൈൻമെന്റ് ആയി. ഇതിനുവേണ്ടി ഇഷ്ടം പോലെ ആളുകൾ നിപ്പുണ്ട് കേട്ടോ. അയ്യോ, അതിനെ മടക്കി വെക്കുന്നുണ്ട്. ഈ കയറൊക്കെ പിടിച്ചു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തലയൊക്കെ ഇടയ്ക്കൂടെ കയറ്റി. എന്റെ അമ്മോ, കൊള്ളാം. ഒരെണ്ണത്തിനെ വെക്കുന്നതിന് 50 രൂപ വെച്ചാണ് റേറ്റ്. അയ്യോ, സത്യം പറഞ്ഞാൽ അവിടെ ഈ കിടക്കുന്ന ഓന്തിനെ കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് പ്രതിമ വെച്ചിരിക്കുന്നല്ലേ കേട്ടോ. അത് അനങ്ങുന്നേ ഇല്ല. ഫുഡ് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാന്നാ അവര് പറഞ്ഞത്. ഒരനക്കവും ഇല്ല. വേറൊരു അവിടെ വന്ന ഒരു ഫാമിലിയിൽ ഒരു കുട്ടിയുടെക്ക് ഓന്ത വെക്കണ്ടെന്ന് പറഞ്ഞണ്ട. അതിന് ഉറങ്ങിക്കിടന്ന ആ സാധനത്തിനെ തൂക്കിയെടുത്തു. ഇതാണ് അങ്ങനെ ഫുഡ് കോർട്ട്. കണ്ട ഫുഡ് കോർട്ട്. എന്താ വാങ്ങിയേട്ടാ? ലൈം ജ്യൂസ് ഇല്ലയോ? ഇത് പാവ് ബജി, നമ്മുടെ ബോംബെയിലൊക്കെ കിട്ടുന്ന ടൈപ്പാണ്. അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ മെയിൻ ഐറ്റത്തിലോട്ട് കടന്നു. ഫുഡ് ഞങ്ങളിപ്പോ ഒരു 6 ചായ വാങ്ങിച്ചു. കണ്ടില്ലേ, മുളക് ബജ്ജി. അല്ല, ഇതെന്ത് കേട്ടാ? അത് ഗോബി കോളിഫ്ലവറിന്റെ ഫ്രൈ. ഗോബി ഫ്രൈ. അപ്പോ എൽഎസ് ജേണി ബൈ ദീപുവിന്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ ചേർത്തുന്നു. അമ്മാളുകുട്ടിയും കുഞ്ചുകുട്ടിയും ഞങ്ങളെല്ലാരും കൂടെ ചേർന്ന് അടിച്ചു പൊളിച്ച്. അപ്പൊ എല്ലാവർക്കും കൂടെ ചേർന്നൊരു ബൈ.